വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തിയ 13-കാരിയെ മറ്റന്നാൾ കേരളത്തിലെത്തിക്കും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. മടങ്ങിയെത്തിയ ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കുട്ടി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്ന് തിരുവനന്തപുരം DCP വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കേരളം പ്രാർത്ഥനകളോടെ കാത്തിരുന്ന കഴക്കൂട്ടത്തെ ആ 13 വയസ്സുകാരി വിശാഖപട്ടണത്തെ ഈ ഗേൾസ് ഹോമിൽ സുഖമായി കഴിയുന്നു. രാവിലെ ഇപ്പോൾ സംസാരിച്ചിരുന്നു. കുട്ടി കണ്ട ഉടനെ തന്നെ കുട്ടി ചിരിച്ചുകൊണ്ട് ഓടി വന്നു. നല്ല ചിരിച്ച് സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നലെ രാത്രി വൈകിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമായിരിക്കും കേരളത്തിലേക്ക് കുട്ടിയെ മടക്കി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുക. 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള സംഘം നാളെ ഉച്ചയോടെ വിശാഖപട്ടണത്തെത്തും. വൈദ്യപരിശോധന ഉൾപ്പെടെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് CWC കുട്ടിയെ കേരള പോലീസിന് കൈമാറും. 13-കാരിയെ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തിക്കും. ആ കുട്ടി ഇപ്പോൾ വൈശാഖിലുള്ള CWCയുടെ കൺട്രോളിലാണ്. അവർ ആ കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ടീം അവരെ റിക്കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. കുട്ടി എന്തിന് വീട് വിട്ടിറങ്ങിയെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനായി കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. എന്നാൽ അത്തരം നടപടികൾ കേരളത്തിലെത്തിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. വിശാഖപട്ടണത്ത് നിന്നും ടീം 24. അരുൺ പൂപ്പറമ്പ വിശാഖപട്ടണത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോൾ നാളെയാണ് കേരള പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത്. അവിടെ എത്തിയാൽ പിന്നീടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ ഇപ്പോൾ കുട്ടി സുരക്ഷിതയാണ്, പൂർണ്ണ ആരോഗ്യവതിയാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ നാളെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള സംഘം ഉച്ചയോടെ തന്നെ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഇവിടുത്തെ നടപടികൾ പൂർത്തീകരിച്ച് മറ്റന്നാളോടെ തിരുവനന്തപുരത്ത് കുട്ടി എത്തിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഇതിൽ ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുള്ളത്, എന്തിനാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ കുട്ടി ഈ അസാമിലേക്ക് പോകാൻ എന്തിനു ശ്രമിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ആ ഉത്തരം പോലീസ് ഇപ്പോൾ തേടുന്നുണ്ട്. അത് പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. കുട്ടിയെ മാതാപിതാക്കൾ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം DCP ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിലൊരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ഇതിൽ ഈ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കുന്ന തീരുമാനത്തിൽ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നതാണ് പോലീസ് എന്തായാലും പറയുന്നത്. അത്തരം നടപടികളിലേക്കാണ് പോലീസ് എന്തായാലും കടക്കുന്നത്. നാളെ ഇപ്പോൾ നിലവിലുള്ള 4-അംഗ സംഘം, അതായത് തിരുവനന്തപുരത്ത് പുറപ്പെട്ടുള്ള 4-അംഗ സംഘം രാവിലെ 6 മണിയോടെ വിജയവാഡയിൽ എത്തിച്ചേരും. അതിനുശേഷം അവർ റോഡ് മാർഗം വിശാഖപട്ടണത്തേക്ക് എത്തും. 6 മണിക്കൂറോളം വിജയവാഡയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് എത്തിച്ചേരാൻ സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ ഉച്ചയോടെ മാത്രമേ പോലീസ് സംഘം ഇവിടെ എത്തിച്ചേരൂ. ഇവിടെ എത്തിയതിനു ശേഷം കൂടുതൽ സമയമെടുക്കില്ല, വളരെ വേഗത്തിൽ ഇവിടുത്തെ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തായാലും മജിസ്ട്രേറ്റിന് മുമ്പിൽ നിലവിൽ ഹാജരാക്കില്ല എന്ന് പോലീസ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ, അതായത് രാത്രിയോടെ തന്നെ കുട്ടിയെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ള നീക്കം തുടങ്ങും. അതായത് മറ്റന്നാൾ തന്നെ തിരുവനന്തപുരത്ത് കുട്ടിയെ എത്തിക്കും എന്നതാണ് നിലവിൽ പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. അവിടെ വെച്ചായിരിക്കും കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈ സംഭവത്തിൽ വ്യക്തതയില്ലാത്ത, അതായത് കുട്ടി എന്തിനു പോയി, ആരുടെയെങ്കിലും സഹായം കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ അതിൽ കൂടുതൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം DCP ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, കുട്ടിയെ ഇവിടെ കേരളത്തിൽ എത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അതിനുശേഷം ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. അത് പരിശോധിച്ച ശേഷമായിരിക്കും ഈ കുടുംബത്തോടൊപ്പം കുട്ടിയെ അയക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക എന്ന്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് കുട്ടിക്ക് ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിരുന്നോ എന്നതിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ
ഇവിടെ എത്തി ആ കുട്ടി നൽകുന്ന മൊഴി അനുസരിച്ച് ഇപ്പോൾ കുട്ടിയെയും കൊണ്ട് അസമിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ആ കുടുംബം. പക്ഷെ അതത്ര എളുപ്പമാകണമെന്നില്ല അല്ലേ, നമുക്ക് കിട്ടുന്ന സൂചനകൾ കണക്കിലെടുക്കുമ്പോൾ അല്ലേ? വിജയകുമാർ, അതിലൊരു തീരുമാനം, അതൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് പോലീസാണ്. അതായത് അത് പോലീസ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കുട്ടിയുടെ മൊഴി എന്താണ്, കുട്ടി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അതനുസരിച്ചായിരിക്കും കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലീസാണ് ഒരു തീരുമാനമെടുക്കുക. ഇന്ന് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്യാമറ ഉൾപ്പെടെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ പ്രതിനിധിയെ കുട്ടിയോട് സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. കുട്ടി നമ്മുടെ പ്രതിനിധിയോടൊപ്പം തന്നെ ഇവിടുത്തെ മലയാള സമാജം പ്രതിനിധികളോടൊക്കെ സംസാരിച്ചിരുന്നു. കുട്ടി വീട്ടിലേക്ക് പോകുന്നതിന് മറ്റ് തടസ്സമൊന്നും പറയുന്നില്ലെങ്കിൽ പോലും കുട്ടിക്ക് ചില, അതായത് സംസാരിക്കുമ്പോൾ പോലും ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അതായത് ഒരു വീട്ടിലേക്ക് മടങ്ങി പോകണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി അത് കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് പോലീസാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. പോലീസ് കുട്ടിയുടെ മൊഴി, അതായത് തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം മൊഴി കൃത്യമായി രേഖപ്പെടുത്തും. അതിനുശേഷം അതിലൊരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമേ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ. നേരത്തെ മാതാപിതാക്കൾ പോലീസിനോട് പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങളൊക്കെ കൈമാറി. അതായത് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടാണ് ശകാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി ഇറങ്ങിപ്പോയതെന്നൊക്കെയാണ് മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നതാണ് നമുക്ക് ഇന്നിപ്പോൾ തിരുവനന്തപുരം DCP ഉൾപ്പെടെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം ഇതിലൊരു വ്യക്തത വരുത്തുക എന്ന നടപടിയിലേക്കായിരിക്കും പോലീസ് പ്രധാനമായും കടക്കുക. അതിനാണ് കുട്ടിയുടെ മൊഴി വിശദമായി തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തായാലും വിശാഖപട്ടണത്ത് എന്തായാലും മറ്റ് നടപടികൾ ഉണ്ടാവില്ല. അത്തരം മൊഴി രേഖപ്പെടുത്തുന്ന നടപടി ഇവിടെ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എന്തായാലും കുട്ടിയെ വളരെ പെട്ടെന്ന് ഇവിടുന്ന് പിക്ക് ചെയ്ത് അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഇത്തരം നടപടികളിലേക്ക് കടക്കുക എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പ്ലാൻ. വിജയകുമാർ. യെസ്, ഇന്നിപ്പോൾ ഈ കുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞു നമ്മളുടെ വാർത്താ സംഘത്തിന്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നാട്ടിലേക്ക് വരുന്നതിൽ ഏറെക്കുറെ സന്തോഷമാണെന്നാണ് കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കാൻ 13 വയസ്സുകാരി തയ്യാറായിരുന്നോ അരുൺ ആ ഘട്ടത്തിൽ? വിജയകുമാർ, ഇന്ന് നമ്മുടെ പ്രതിനിധിക്ക്, അതായത് ക്യാമറ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിരുന്നില്ല. നമ്മുടെ പ്രതിനിധി നേരിട്ട് കുട്ടിയോട് സംസാരിച്ചിരുന്നു. പക്ഷേ കുട്ടി നാട്ടിലേക്ക് പോകുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ അപ്പോൾ പോലും അതിൽ വ്യക്തമായിട്ട് കുട്ടി എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതായത് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൽ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. അതായത് അത്തരത്തിലൊരു വ്യക്തത വരുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കുട്ടി അത്തരം കാര്യങ്ങളിലൊന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്ന കാര്യത്തിലൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ആ കാര്യത്തിലൊന്നും ഒരു മറുപടി നൽകിയിട്ടില്ല. പോലീസ് എന്തായാലും അതിൽ പോലീസിൻ്റെതായിട്ടുള്ള നടപടി ഉണ്ട്. അതായത് കുട്ടിയെ കൃത്യമായി ആദ്യം ഒരു കൗൺസിലിംഗ് നൽകി കുട്ടിയെ വളരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും കുട്ടിയെ അത്തരം മൊഴി രേഖപ്പെടുത്തുക. അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ കുട്ടി ആ കാര്യങ്ങൾ പോലീസിനോട് പറയും എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ എന്തായാലും കരുതുന്നത്. അതായത് അതിൽ എന്തായാലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടിയെ സുരക്ഷിതമാക്കുക എന്നുള്ളത്. നിലവിൽ എന്തായാലും കുട്ടി സുരക്ഷിതമാണ്, പൂർണ്ണ ആരോഗ്യവതിയാണ്. ഇനി അതിനുശേഷം കുട്ടിയെ നാട്ടിലെത്തിയതിനു ശേഷം നിലവിൽ എന്തിനാണ് കുട്ടി ഇങ്ങനെ ഇത്തരമൊരു തീരുമാനമെടുത്തത്, അതിൻ്റെ പ്രേരണ എന്താണ്, അതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഒരു കാരണം എന്താണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിൽ ആ നടപടിയിലേക്കാണ് പോലീസ് ഇനി കടക്കുന്നത്. പോലീസ് ആദ്യം കുട്ടിയെ ഒരു കൗൺസിലിംഗ് ഒക്കെ നൽകിയതിന് ശേഷമായിരിക്കും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. വിജയകുമാർ. യെസ്, കുട്ടി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്നാണ് തിരുവനന്തപുരം DCP വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞത്. കുട്ടിയുമായി വേഗത്തിൽ തന്നെ അസമിലേക്ക് പോകാൻ ആ കുടുംബം തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ അതിന് വീട് വിട്ടു പോകേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസിനോട് ചില കാര്യങ്ങൾ പറയുമായിരിക്കും. ആ ഘട്ടത്തിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും എന്ത് ചെയ്യണമെന്നതിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക. വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത് വിശാഖപട്ടണത്തു നിന്ന്. കാണാതായ മകളെ പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടിയതിൽ കേരളത്തിന് നന്ദി പറഞ്ഞ് കഴക്കൂട്ടത്തെ അസം സ്വദേശിയുടെ കുടുംബം. കുട്ടി ട്രെയിനിൽ സഞ്ചരിക്കുന്ന ചിത്രം പോലീസിന് കൈമാറിയ നെയ്യാറ്റിൻകര സ്വദേശി ബബിതയും അന്വേഷണം ഫലം കണ്ടതിൽ സന്തോഷം പങ്കുവച്ചു. 13-കാരിയായ മകൾ വീട് വിട്ടിറങ്ങിയത് മുതൽ കഴക്കൂട്ടത്തെ വീട്ടിൽ ആശങ്കയോടെ കഴിയുകയായിരുന്നു അസം സ്വദേശികൾ. വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തിയെന്ന വിവരം അറിഞ്ഞതോടെ
വീടിനും നാടിനും ആശ്വാസം. കുട്ടിയെ കണ്ടെത്താൻ ഒപ്പം നിന്ന മലയാളക്കരയ്ക്ക് കുടുംബം നന്ദി പറഞ്ഞു. अच्छा लगा, फुर्ती लगा। इधर का पुलिस मीडिया लोग है, सब लोग है, इधर के पब्लिक लोग सब अच्छा है। केरलियन आदमी को बहुत धन्यवाद है, थैंक यू। കുട്ടിയെ താൻ മർദ്ദിച്ചിട്ടില്ലെന്ന മാതാവ്. गुस्सा चोट क्यों गया और मैं पूछा अम्मा तुम डट रहे हो इसलिए, और कुछ नहीं। मैं बोला तो तुम मेरा बेटी है, मैं तो माँ हो, मैं तो डांटेगा, बदमाशी करेगा तो डांटेगा, इसलिए गुस्सा देता क्यों। പോലീസ് കുട്ടിയെ തിരുവനന്തപുരത്തെത്തിക്കും. കുട്ടിയുമായി അസമിലേക്ക് മടങ്ങാനാണ് തീരുമാനമെന്നും കുടുംബം. അന്വേഷണത്തിൽ വഴിത്തിരിവായ ചിത്രം പോലീസിന് കൈമാറിയ നെയ്യാറ്റിൻകര സ്വദേശിനി ബബിത കുട്ടിയെ സുരക്ഷിതയായി തിരിച്ചു കിട്ടിയതിൽ സന്തോഷം പങ്കുവച്ചു. അപ്പോൾ കണ്ടത് 24-ന്റെ ലൈവായിരുന്നു. അപ്പോൾ ഞാൻ ലൈവിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു, എന്താണ് കണ്ടു കിട്ടുന്നവർ ബന്ധപ്പെട്ട. അങ്ങനെ ഒരുപാട് തവണ വിളിച്ചപ്പോഴാണ് പിന്നെ തിരിച്ച് പോലീസ് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും പറഞ്ഞു കൊടുത്തത്. വിശാഖപട്ടണത്തുള്ള പെൺകുട്ടിയെ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്തെത്തിക്കാനാണ് പോലീസിന്റെ ശ്രമം. 24 തിരുവനന്തപുരം. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13 വയസ്സുകാരിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് CWC തിരുവനന്തപുരം ജില്ലാ ചെയർപേഴ്സൺ ഷാനിബ ബീഗം പറഞ്ഞു. കുട്ടിയെ നാട്ടിലെത്തിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുന്നതുൾപ്പെടെ ആലോചിക്കും. കുട്ടിക്കും മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുമെന്നും ഷാനിബ ബീഗം 24-നോട് പറഞ്ഞു. ഫുഡ് കഴിച്ചു, ഇന്നലെ ഉറങ്ങി, പിന്നെ ഇനി വീട്ടിലേക്ക് വരണം, അപ്പം അച്ഛനെയും അമ്മയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. ഇവിടെ നാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോളെ നാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഒരു പ്രശ്നവുമില്ല, മെഡിക്കൽ എടുക്കും, അങ്ങനെ ചെയ്യും. ഉറപ്പായിട്ടും ചെയ്യണമല്ലോ. കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താണ് എന്നുള്ളതൊക്കെ നോക്കും. പിന്നെ അവൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ പാരന്റ്സിനും കുട്ടിക്കും കൗൺസിലിംഗ് കൊടുക്കുന്നത് ഉൾപ്പെടെ ചെയ്യും. എത്രയും വേഗം പാരന്റ്സിന്റെ അകത്ത് എത്തിക്കുകയും ചെയ്യും. 13-കാരിയെ കണ്ടെത്താനുള്ള നീക്കങ്ങളിൽ നിർണായകമായത് 24-ന്റെ ഇടപെടലുകൾ. ചൊവ്വാഴ്ച വൈകിട്ട് പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നത് മുതൽ 24 വാർത്താ സംഘവും കുട്ടിക്കായി നാട് മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് നടത്തിയ സമയോചിത ഇടപെടലിലാണ് വിശാഖപട്ടണത്തു നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. കഴക്കൂട്ടത്ത് നിന്നും 13-കാരിയെ കാണാനില്ലെന്ന വാർത്ത ചൊവ്വാഴ്ച വൈകിട്ട് 5:45 24 പുറത്തുവിടുന്നത്. പിന്നീട് അങ്ങോട്ട് തിരച്ചിലിന്റെ മണിക്കൂറുകൾ. ചൊവ്വാഴ്ച രാത്രി മുഴുവൻ പോലീസ് നടത്തിയ തിരച്ചിലിൽ 24-ഉം ഭാഗമായി. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ കുട്ടി തമിഴ്നാട്ടിലേക്ക് പോയെന്ന നിർണായക വിവരവും 24 പുറത്തുവിട്ടു. ഒരു കുട്ടി നോർമലായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് കാണുമ്പോൾ തന്നെ നമ്മുടെ മലയാളിയാണെന്ന് തോന്നിയില്ല. എന്നാലും ഞാനിത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ. അന്ന് രാവിലെ 24 ന്യൂസിന്റെ തന്നെയാണ് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. യൂട്യൂബിന്റെ മഴയായോണ്ട് അപ്പൊ അതിൽ വിളിച്ചപ്പോഴാണ് പിന്നെ പോലീസ് തിരിച്ച് വിളിച്ചെന്നെ അറിയിച്ചത്. പിന്നാലെ പോലീസ് സംഘത്തോടൊപ്പം കന്യാകുമാരിയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പോലീസിനൊപ്പം 24-ഉം കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഒടുവിൽ പോലീസ് അന്വേഷണം ചെന്നൈയിലേക്ക്. മുന്നോട്ടു പോകാനുള്ള തുമ്പിനായി പോലീസ് കാത്തുനിന്നപ്പോൾ 24 പ്രേക്ഷകരെ ഒപ്പം ചേർത്ത് ജനകീയ തിരച്ചിൽ ആരംഭിച്ചു. 7:45 എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന താമ്പരം സാന്ത്രാഗച്ചി അന്ത്യോദയ എക്സ്പ്രസ്. 24 തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരെ വിളിച്ച് സഹായം തേടി. ഒടുവിൽ ആ സന്തോഷ വാർത്ത 24 പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥത്തോടെയും സന്തോഷത്തോടെയും ആണ് ഈ വാർത്ത ഇപ്പോൾ പുറം ലോകവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, പ്രേക്ഷക പിന്തുണയോടെ 24 നടത്തിയ നീക്കങ്ങൾ അസം സ്വദേശികളായ കുട്ടിയുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് കാരണമായി. তুমি আমার বাড়তে বাবার বাড়তে তুমি বাবারে খুঁজে গেল না? হ্যাঁ, ഹലോ മകോ. ആശങ്കയുടെ 37 മണിക്കൂർ 24-നോടൊപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി. 24 തിരുവനന്തപുരം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ CBI സുപ്രീം കോടതിയിൽ. തെളിവുകൾ നശിപ്പിക്കാൻ സംഘടിത ശ്രമം നടന്നുവെന്ന് കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ CBI കുറ്റപ്പെടുത്തി. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനോട് ജോലിയിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. കോടതി നിർദ്ദേശത്തിന് പിന്നാലെ എയിംസിലെ ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ചു.
ഡോക്ടറുടെ കൊലപാതകമുണ്ടായി 5 ദിവസം കഴിഞ്ഞാണ് കേസ് ഏറ്റെടുത്തതെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ CBI വ്യക്തമാക്കി. പിന്നാലെ സംസ്ഥാന പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോടതി വിമർശനങ്ങൾ ആവർത്തിച്ചു. FIR രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസം, ക്രൈം സീൻ സീല് ചെയ്യുന്നതിലെ കാലതാമസം, പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് നൽകിയ പുനർനിയമനം തുടങ്ങിയവ കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിലെ ആൾക്കൂട്ടാക്രമണം സംബന്ധിച്ച് കൊൽക്കത്ത പോലീസ് നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. സമരം ചെയ്യുന്ന ഡോക്ടേഴ്സ് ജോലിയിലേക്ക് മടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജോലിയിൽ മടങ്ങുന്നവരോട് പ്രതികാര നടപടി പാടില്ലെന്നും ബംഗാൾ സർക്കാരിനോട് കോടതി. ഇതിന് പിന്നാലെ എയിംസിലെ ഡോക്ടേഴ്സ് പ്രതിഷേധം അവസാനിപ്പിച്ചു. എന്നാൽ ജോലി സമയത്തിന് ശേഷം സമരത്തിന്റെ ഭാഗമാകും. പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കൊൽക്കത്തയിലെ ഡോക്ടേഴ്സ്. അതിക്രമങ്ങളിൽ സമയബന്ധിത നടപടി ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് കോടതി നിർദ്ദേശിച്ചു. ഇതിനായി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും DGPമാരുടെയും യോഗം വിളിക്കണം. അടുത്ത മാസം 5-ന് വീണ്ടും തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ CBIയോടും കൊൽക്കത്ത പോലീസിനോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. 24 ഡൽഹി. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നേരെ കൂട്ടബലാത്സംഗം ഉണ്ടായിട്ടില്ലെന്ന് CBI. സഞ്ജയ് റോയ് മാത്രമാണ് കുറ്റക്കാരനെന്നും CBI വൃത്തങ്ങൾ പറയുന്നു. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, മുഖ്യപ്രതി സഞ്ജയ് റോയ് തുടങ്ങി 5 പേരുടെ നുണപരിശോധന നടത്താൻ CBI കോടതിയിൽ അപേക്ഷ നൽകി. ഡോക്ടറുടെ കൊലപാതകത്തിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത ശക്തമെന്നാണ് റിപ്പോർട്ടുകൾ. വനിതാ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യമുയർന്ന ആരോപണം. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് CBI ഇക്കാര്യം നിഷേധിക്കുകയാണ്. കൂട്ടബലാത്സംഗം നടന്നിട്ടില്ലെന്നാണ് CBI വൃത്തങ്ങൾ പറയുന്നത്. പോലീസ് സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് കേസിലെ പ്രതിയെന്ന നിഗമനത്തിലേക്ക് CBIയും എത്തുന്നു. കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി 7-ാം ദിവസവും ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിന്റെ നുണപരിശോധനയ്ക്ക് CBI കോടതിയുടെ അനുമതി തേടുമെന്നാണ് സൂചന. RG-കർ മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പൽ സുഹൃത പാൽ, ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവരെ ചുമതലകളിൽ നിന്ന് സർക്കാർ നീക്കി. മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ പൂർണ്ണമായും CISF ഏറ്റെടുത്തു. വിഷയത്തിൽ മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജിയും തമ്മിൽ ഭിന്നത ശക്തമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദീപ് ഘോഷിനെതിരെ കടുത്ത നടപടിയെടുക്കാത്തതിൽ അഭിഷേകിനും പ്രതിസന്ധി ഘട്ടത്തിൽ അഭിഷേക് ഇടഞ്ഞു നിൽക്കുന്നതിൽ മമതയ്ക്കും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. സുപ്രീംകോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ പണിമുടക്കിൽ നിന്നും പിന്മാറുമ്പോഴും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് RG-കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ തീരുമാനം. RG-കോർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളുമായി ഹൈക്കോടതി. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കോടതി ചോദിച്ചു. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി ചോദ്യങ്ങൾ ഇന്ന് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാരാഞ്ഞ ഹൈക്കോടതി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്നും ചോദ്യമുന്നയിച്ചു. മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ? പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ? മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താൽപ്പര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. എന്നാൽ മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട്. കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സമാന നിലപാടാണ് വനിതാ കമ്മീഷനും ഇന്ന് സ്വീകരിച്ചത്. കൃത്യമായിട്ട് പരാമർശങ്ങൾ അവർ തെളിവുകൾ സഹിതം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ തെളിവുകൾ കൂടുതൽ ശേഖരിച്ചുകൊണ്ട് നടപടികൾ ഉണ്ടാവണം എന്ന് ബന്ധപ്പെട്ട സ്ത്രീകൾ തന്നെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ, ഇതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പരാതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആർക്കാണോ പരാതി പറയാനുള്ളത് ആ പരാതി സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പരാതി സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അതേസമയം ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളിൽ സർക്കാരിലും ഭിന്നാഭിപ്രായം. റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസ് എടുക്കാമെന്ന് KN ബാലഗോപാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് MP രാജേഷും പ്രതികരിച്ചു. സ്വമേധയാ കേസെടുക്കാനാകില്ല എന്നാണ് മന്ത്രി VN വാസവൻ പ്രതികരിച്ചത്. കേസെടുക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. സമാന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിക്കുമുള്ളത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ സ്വമേധയാ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്ന ധനമന്ത്രി KN ബാലഗോപാൽ. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ. ഇതിന് സമാനമായ പ്രതികരണമായിരുന്നു മന്ത്രി MP രാജേഷിന്റേതും. സർക്കാർ നിയമ നടപടി സ്വീകരിക്കും. എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി, നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. സർക്കാരിൻ്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റി വെച്ചത്? സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത്. ഇരുവരുടെയും നിലപാടിനെ തള്ളുകയാണ് മന്ത്രി VN വാസവൻ. കേസെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൽ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ സോളാർ മറ്റു രൂപത്തിൽ മാറ്റിവെക്കേണ്ടി വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണെന്നായിരുന്നു സ്പീക്കർ AN ഷംസീറിന്റെ അഭിപ്രായം. സ്വാഭാവികമായും അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ചിലർ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ച് ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുമായിരിക്കും. റിപ്പോർട്ടിലെ ലൈംഗിക ആരോപണങ്ങളിൽ നിയമ നടപടി വേണമെന്ന CPI നേതാവ് ES ബിജിമോൾ ആവശ്യപ്പെട്ടു. FIR ഇട്ടുകൊണ്ട് തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരിൽ FIR ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണം. സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് വിശദീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന മുൻ നിലപാട് ആവർത്തിച്ചു. ഭിന്നത ചർച്ചയായതോടെ മന്ത്രി KN ബാലഗോപാലിന്റെ പഴി മാധ്യമങ്ങൾക്ക്. താൻ പറഞ്ഞത് ഭാഗികമായി അവതരിപ്പിച്ച് ആശയം ചോർത്തിയെന്നാണ് കുറ്റപ്പെടുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമ കോൺക്ലേവ് നടത്താനുള്ള നീക്കത്തിൽ സർക്കാർ പ്രതിപക്ഷ പോര്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി സിനിമ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണ്. രാഷ്ട്രീയമായല്ല, സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത്. സിനിമാ കോൺക്ലേവ് തട്ടിപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമഗ്ര സിനിമാ നയം ചർച്ച ചെയ്യുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത, ഇങ്ങനൊരു മികവുറ്റ തരത്തിൽ സിനിമാ രംഗത്തെ, സീരിയൽ രംഗത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത ഒരേ ഒരു ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റാണ്. എന്നാൽ സിനിമാ ഇൻഡസ്ട്രിയെ പൂർണ്ണമായി താർക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രചരണത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുമോ? കോൺക്ലേവിനെതിരെ ചലച്ചിത്ര പ്രവർത്തകർക്കിടയിലും ഭിന്നാഭിപ്രായമുണ്ട്. സ്ത്രീകളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന കേസുകൾ വളരെ കുറവായിരിക്കും. നമ്മളെടുത്ത് വന്ന് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒരു ഘട്ടത്തിൽ അവർ പറയും വേണ്ട, ഞങ്ങൾക്ക് കേസിലൊന്നും പോണ്ട. പക്ഷെ നമ്മളിത് ഇങ്ങനെ മണിക്കൂറുകളോളം ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഇവരുടെ കരച്ചിൽ, അവർ കടന്നു പോകുന്ന അവസ്ഥകള്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചോദിക്കുക നിയമപരമായിട്ട് നമുക്ക് പോകണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും വേണ്ടെന്ന് പറയും, ചിലർ വേണമെന്ന് പറയും. പ്രതിഷേധങ്ങൾക്കിടയിലും സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ നീക്കം. ന്യൂസ് ഡെസ്ക് 24.
ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് കൂടുതൽ പേർ രംഗത്ത്. ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്നും അന്ന് പരാതി നൽകാൻ മാർഗമുണ്ടായിരുന്നില്ല എന്നും നടി ഉഷ ഹസീന പറഞ്ഞു. മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രതികരിച്ചു. വിഷയത്തിൽ ഫിലിം ചേംബറിനുള്ളിൽ ഭിന്നത തുടരുകയാണ്. ഞാൻ ശക്തമായിട്ട് ഒരു കാര്യത്തിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അത് എന്താണ് എന്നുള്ളത് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതിന് ശേഷം ആയിരിക്കാം ഇപ്പം മനസ്സിലാവുന്നു അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് എൻ്റെ അവസരങ്ങൾ പെട്ടെന്ന് പറഞ്ഞ സിനിമകൾ പോലും എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 24 ന്യൂസ് ഈവനിങ്ങിലായിരുന്നു തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ നടി ഉഷ ഹസീന തുറന്നു പറഞ്ഞത്. അന്ന് പരാതിപ്പെടാൻ മാർഗമുണ്ടായില്ലെന്നും പലരും ഇതേ പരാതി ഉന്നയിച്ചിരുന്നുവെന്നും ഉഷ. എല്ലാം സഹിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമാണ്. പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും, ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും, പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ്. പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും. നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്നും മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്നും സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. ഫേസ്ബുക്കിലായിരുന്നു പ്രതികരണം. അതേസമയം സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ അപലപിച്ച് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ WCC രംഗത്തെത്തി. വനിതകളെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടതെന്നും WCC. സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നായിരുന്നു ഗായിക ഉഷ ഉദുപ്പിന്റെ പ്രതികരണം. If this is true, ഇത് സത്യമാണെങ്കിൽ then we have to think about the security one more time and safety. അതേസമയം റിപ്പോർട്ടിൽ ഫിലിം ചേംബറിൽ കടുത്ത ഭിന്നത തുടരുകയാണ്. മൊഴികൾ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ പരാമർശത്തിനെതിരെ അംഗങ്ങൾ രംഗത്തുവന്നു. നിലപാട് ഔദ്യോഗികമാണോ എന്ന് ജനറൽ ബോഡിയിൽ സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു. ഭിന്നത ശക്തമായതോടെ ഫിലിം ചേംബർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിലുള്ള നിലപാട് അഭിനേതാക്കളുടെ സംഘടന അമ്മ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. 24 കൊച്ചി. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. സാമ്പത്തിക ക്രമക്കേട് പരാതിയിൽ CPIM നടപടി നേരിടുന്ന KTDC ചെയർമാൻ PK ശശിയെ നമ്പി നാരായണനോട് ഉപമിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. താൻ കണ്ട ഏറ്റവും സത്യസന്ധനും നന്മയുമുള്ള മനുഷ്യനാണ് PK ശശി എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ആരോപണങ്ങളെയും അപവാദങ്ങളെയും ആർജവത്തോടെ നേരിട്ട ഗണേഷ് കുമാറിനെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട് എന്നായിരുന്നു PK ശശിയുടെ മറുപടി. PK ശശിക്കെതിരായ പാർട്ടി നടപടി അന്തിമഘട്ടത്തിലെത്തി നിൽക്കവെയാണ് മുന്നണിയിലെ തന്നെ മന്ത്രിയുടെ പരസ്യ പിന്തുണ. താൻ കണ്ട ഏറ്റവും സത്യസന്ധനായ മനുഷ്യനും ജനപ്രതിനിധിയുമാണ് PK ശശി എന്നാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. മാധ്യമങ്ങൾക്ക് ഒരാളെ തകർക്കാൻ എളുപ്പമാണെന്നും നമ്പി നാരായണന്റെ ജീവിതം ഇതിന് ഉദാഹരണമാണെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. കാരണം അടുത്തു നിന്ന് മനസ്സ് പങ്കുവച്ച് അടുത്തു നിന്ന് സഹകരിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത്. പ്രതിസന്ധികളും അപവാദങ്ങളും പലതവണ ഉയർന്നപ്പോഴും അതിനെയെല്ലാം ആർജവത്തോടെ നേരിട്ട KB ഗണേഷ് കുമാറിനെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ടെന്ന് PK ശശി. അതിശക്തമായ ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നു. വലിയ പ്രതിസന്ധികൾ അദ്ദേഹത്തെ തേടിയെത്തി. ഈ പ്രതിസന്ധികളുടെ ചുഴലികളിലും കൊടുങ്കാറ്റുകളിലും ഒന്നും തന്നെ ഒരു ചെറിയ പതറിച്ച പോലുമില്ലാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ചെറിയ ചിരിയോടുകൂടി നേരിടുന്ന ഈ മനുഷ്യനെ അത്ഭുതാകരങ്ങളോടുകൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഫണ്ട് തിരിമറി ആരോപണം ഉയർന്ന PK ശശിയുടെ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലെ വിജയാഘോഷത്തിനിടെയായിരുന്നു ഇരുവരുടെയും പരാമർശങ്ങൾ. ശശിക്കെതിരായ തരം താഴ്ത്തൽ നടപടിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി കൂടിയേ ലഭിക്കേണ്ടതുള്ളൂ. 24 പാലക്കാട്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്ന് KK ലതിക. റിബേഷ് രാമകൃഷ്ണൻ അടക്കം ഇടതുപക്ഷത്തെ ഒരാൾക്കും സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പങ്കില്ല. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും KK ലതിക പ്രതികരിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം പങ്കുവച്ച നേതാക്കളിൽ ഒരാളായിരുന്നു മുൻ MLA KK ലതിക. സംഭവം വിവാദമായപ്പോഴും പോസ്റ്റ് പിൻവലിക്കാൻ KK ലതിക തയ്യാറായിരുന്നില്ല. ഇതിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്ന് പറയുകയാണ് KK ലതിക. റിബേഷ് രാമകൃഷ്ണന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ ഒരാൾക്കും കാഫിർ വിഷയത്തിൽ പങ്കില്ലെന്നും KK ലതിക. ഗോവിന്ദമാഷ് കൃത്യമായിട്ട് നിങ്ങളെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞാലപ്പുറം എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ പറയാത്ത എന്തുകൊണ്ടാണ്? അതിനൊക്കെ കാരണം ഉണ്ടാവൂലേ? റിബേഷിനെന്നല്ല
ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിലൊരു പങ്കുണ്ടാവില്ല. അതേസമയം വടകരയിൽ UDF വ്യാപകമായി വർഗീയ പ്രചാരണം നടത്തിയെന്നും KK ലതിക ആരോപിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ആദ്യമായാണ് KK ലതിക പ്രതികരിക്കുന്നത്. 24 കോഴിക്കോട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ സമീപിച്ച ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പുതിയ ഡാം വേണമെന്നാവശ്യപ്പെട്ട് ചെയർമാന് നിവേദനം നൽകി. വിഷയം ഒക്ടോബറിൽ പരിഗണിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ഡീൻ കുര്യാക്കോസ് പിന്നീട് പ്രതികരിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അടിയന്തരമായി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NDSAയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇന്ന് കത്ത് നൽകിയുണ്ടായി. മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഒരു വലിയ ആശങ്കയാണ്. ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിലുള്ള ഇടപെടലാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം.